നദിയുടെ നടുക്കിരുന്നാണ് ഈ ബൈറ്റൊക്കെ എടുക്കുന്നത്. വലിയ അപകടകരമാണ് ഈ സംഭവം, സാഹസികതയാണ്. നിങ്ങൾ തോണി സൗകര്യം കൊടുത്താൽ അവർ ഈ മാലിന്യം ആളുകളെ നിർത്തി നീക്കം ചെയ്യും. യൂത്ത് കോൺഗ്രസ് നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അതിൽ നിന്നും കമ്മീഷൻ തുക അടിക്കുക, അത് തന്നെയാണ് ഇതിനകത്ത് ഉത്തമ ഉദാഹരണം. ഹോട്ടലുകൾ, എന്തിന് പോലീസ് സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലേക്ക്, വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന നീർജലം ഇവിടെ നിന്ന് വരുന്നതാണ്. വാമനപുരം നദിയെന്ന് കേൾക്കാത്ത ആളുകളില്ല കേരളത്തിൽ. വാമനപുരം നദിക്കരയിലാണ് വിസ്മയ ന്യൂസ് സംഘമുള്ളത്. ഇപ്പോൾ 6 പഞ്ചായത്തുകൾ, ത്രിതല പഞ്ചായത്തിലേക്ക് ഇലക്ഷനൊക്കെ നടക്കാൻ പോവുകയാണ്. ഞാൻ ദൃശ്യങ്ങളിൽ കാണിച്ചു തരാം ഈ നദിയുടെ ശോചനീയ അവസ്ഥ. ആറ് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തുന്ന നദിയാണിവിടെ. ആറ്റിങ്ങൽ, വർക്കല, കടക്കാവൂർ, അതുപോലെ ഇനിയുമുണ്ട് ഏറെ സ്ഥലങ്ങൾ. ഇവിടെ നിന്ന് 200 മീറ്റർ മാറിയാൽ പമ്പിംഗ് ഹൗസ് ആണ്, വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ അവസ്ഥ കാണുക. ഒഴുകുന്ന പുഴയാണോ അതോ വളർന്നു വരുന്ന കാടാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. മുളയുണ്ട്, അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ മാലിന്യ കൂമ്പാരമാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ, ബിയർ ബോട്ടിലുകൾ, പല ഇറച്ചിക്കടകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ, പന്നിയുടെയും കോഴിയുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ, കരകളിൽ നിന്ന് ഇടിഞ്ഞു വീണ മുള, ഇല്ലിക്കാടുകൾ, ഇതൊക്കെ ഇങ്ങനെ വാമനപുരം നദിയെ ഒഴുക്ക് നിലച്ച അവസ്ഥയിലാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നോക്കിയാൽ ഇല്ലിക്കാടൊക്കെ മറിഞ്ഞ് നിൽപ്പുണ്ട്. ഏത് നിമിഷവും കരയിടിഞ്ഞ് നദിയിലേക്ക് വന്ന് വീഴാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കൂടെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെ ആയ കിരൺ ചേരുന്നുണ്ട്. നദിയുടെ നടുക്കിരുന്നാണ് ഈ ബൈറ്റൊക്കെ എടുക്കുന്നത്. വലിയ അപകടകരമാണ് ഈ സംഭവം, സാഹസികതയാണ്. കിരണേ, എന്തുകൊണ്ടാണ് ഇവിടെ ആരും ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? ഇതെന്ന് ഈ നദീ ഭാഗം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ നഗരസഭയിലെ 5ാം വാർഡിന്റെ അതിർത്തി പ്രദേശവും വാമനപുരം നദിയുടെ പനവേലിക്കടവ് എന്ന് പറയുന്ന പ്രദേശവുമാണ്. 3 മാസത്തിലേറെയായി ഈ മാലിന്യങ്ങൾ ഇവിടെ കൂമ്പാരമായി കിടക്കുന്നു. ഇപ്പോ ഇലക്ഷൻ അടുത്ത് വന്നപ്പോൾ ഇവിടുത്തെ ജനപ്രതി, ഈ വാർഡിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട ജനപ്രതി, ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇരിക്കുന്ന കണ്ടു. കൗൺസിലറിന്റെയും ഭാര്യയുടെയും ഒരു ഫോട്ടോ വച്ചേക്കുന്നു. ഞാൻ വിചാരിച്ചു വിവാഹ വാർഷികമായിരിക്കും എന്നാണ് ഞാൻ അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. രണ്ടാമത് ശ്രദ്ധിച്ചപ്പോഴാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്ന് പറയുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് മാത്രം. ഇത് പരസ്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ നഗരസഭാ കൗൺസിലറിന് ഏകദേശം ഒരു 10,000 രൂപയോളം മാസ ശമ്പളം കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഒരു 1000 രൂപ മുടക്കി ഒരു കുപ്പി പറക്കാൻ, ഇത് വള്ളം സംവിധാനമുണ്ട്, അല്ലെങ്കിൽ കൗൺസിലർ വിചാരിച്ചാൽ ഒരു ഇങ്ങനെയുള്ള പൊതുവായിട്ടൊരു വിഷയം, ഇതൊരു ജനകീയ വിഷയമാണ്. ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് മാത്രം പറക്കാൻ ഒരു 1000 രൂപ ചെലവാക്കാൻ നഗരസഭ കൗൺസിലർ തയ്യാറാകുന്നില്ല. അല്ല, അത് മാത്രമല്ല കിരണേ, എൻ്റെ ഒരു മനസ്സിൽ തോന്നിയാണ് ഇത് കണ്ടപ്പോ. നമുക്കിപ്പോ റെസ്ക്യൂ സർവീസ് ഉണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉണ്ട്, അതുപോലെ സന്നദ്ധ സംഘടനകൾ. ഇപ്പൊ നമ്മുടെ കടൽ തീരത്തൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ അടിഞ്ഞല്ലോ, ഈ കപ്പൽ മറിഞ്ഞിട്ട്. അതിന്റെ പ്ലാസ്റ്റിക് തരികളൊക്കെ പറക്കാൻ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്. ആറ്റിങ്ങൽ നഗരസഭ എന്ന് പറയുന്നത് പത്രമാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിൽ കൂടെ വഴി 1ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞ നഗരസഭ അത് വെറും വാക്കിലാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഈ ഭരണമിറങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഇതെന്ന് പറയുന്ന ഒരു തലമുറയെ തന്നെ ഇല്ലാണ്ടാക്കുന്നതാണ്. ഇതിവിടുന്ന് 200 മീറ്റർ അപ്പുറത്താണ് ഒരു പമ്പ് സെറ്റ്. 5 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തുന്ന പമ്പ് ഹൗസാണ്. ഇവിടെ നമ്മളെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി തന്നെ 31 വാർഡുകളിലേക്ക് ഈ ജലജന്യ രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ. ഇപ്പോൾ ജലജന്യ രോഗം, അമീബിക് മസ്തിഷ്ക ജ്വരം ഇല്ലാത്ത രോഗങ്ങളൊന്നും ഇല്ല. അല്ല, അത് പിടിപെടാതിരിക്കാൻ നഗരസഭ 31 വാർഡിൽ ക്ലോറിൻ ഒക്കെ ഇടാൻ വന്നു. അത് വളരെ ആഘോഷമായി ഇവർ പറഞ്ഞു. അപ്പൊ ചോദിച്ചപ്പോ നിങ്ങളെ ജീവൻ ഞങ്ങൾക്ക് സംരക്ഷിക്കണം, നാട് കാക്കണം എന്നാണ് നഗരസഭ പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ക്ലോറിനൊക്കെ വിതറിയിട്ടുണ്ട്. ഈ മാലിന്യത്തിൽ എത്ര ലോഡ് ക്ലോറിൻ വിതറിയാലാകും ഈ 5 പഞ്ചായത്തിൽ ശുദ്ധജലം എത്തിക്കാൻ കഴിയുക? നിങ്ങൾ ഈ മാലിന്യ കൂമ്പാരം കാണുന്നുണ്ടല്ലോ. അതെ, അത് തന്നെയാണ്. അപ്പോ അങ്ങനെ ഒരു സന്ദേശത്തോടു കൂടിയും ക്ലോറിനൊക്കെ ഇടുന്ന നഗരസഭ മാസങ്ങളേറെ കെട്ടിക്കിടക്കുന്നത് നമുക്കറിയാം. ഇവിടെ പന്നി വേസ്റ്റ് ഉൾപ്പെടെ, കോഴിത്തല ഉൾപ്പെടെ ബിയർ കുപ്പികളുണ്ട്, ചെരുപ്പുകളുണ്ട്, തെർമോക്കോളുണ്ട്, എല്ലാ മാലിന്യങ്ങളും അടിഞ്ഞുകൂടി ഈ വെള്ളമാണ് നമ്മളെല്ലാ വീടുകളിലേക്ക് എത്തുന്നത്. ഈ വെള്ളമാണ് സർക്കാർ സ്കൂളുകളെയും ഹോട്ടലുകളിലേക്ക് എത്തുന്നത്. കിരണ് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ആറ്റിങ്ങലിൽ നിന്ന് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കില്ല, ആറ്റിങ്ങലിൽ ഒരു മനുഷ്യൻ വെള്ളം കുടിക്കില്ല,
അങ്ങനെയൊക്കെ ഭീതിപ്പെടുത്തണോ? തീർച്ചയായും തന്നെ ഇത് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് ഇപ്പോ നഗരസഭയും ഇവിടുത്തെ കൗൺസിലറും പറഞ്ഞു വരുന്നത് നമുക്കൊരു പെട്ടെന്നൊരു അസുഖം വന്നു, അല്ലെ പേവിഷബാധ ഏറ്റു, അല്ലെങ്കിൽ നമുക്കൊരു ഫുഡ് പോയിസൺ സംഭവിച്ചു, നമുക്കൊരു പെട്ടെന്നൊരു അപകടം സംഭവിച്ചു, നെഞ്ചുവേദന വന്നു. നമ്മൾ പറയുകയാണ് ഞങ്ങൾ കമ്മിറ്റി കൂടി, ഞങ്ങൾ അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിച്ചു, ഞങ്ങൾ അതുവേണ്ടി പോസ്റ്റർ തയ്യാറാക്കിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അടിസ്ഥാനപരമായി ചെയ്യേണ്ട 24 മണിക്കൂറിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിന്റെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും നഗരസഭ ഇതിന് ഫണ്ട് കണ്ടെത്തുന്ന പറയുന്നത്. ഞങ്ങള് ഇതിനു വേണ്ടി ഇതിന്റെ പ്ലാസ്റ്റിക് നീക്കം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. മറിച്ച് പക്ഷെ ഇങ്ങനെയുള്ള തോണി സംവിധാനം ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ ഇവിടെ ഈ തോണി തരികയാണെങ്കിൽ ഞങ്ങൾ ഇതിന്റെ മേളിലുള്ള പ്ലാസ്റ്റിക്കുകൾ പറക്കാൻ തയ്യാറാണ്. ആറ്റിങ്ങൽ നഗരസഭ അധികൃതർ ഈ വാർത്ത കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം അടിയന്തരമായി ചെയ്യുക. നിങ്ങൾക്ക് കഴിവില്ല എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് കഴിയില്ല. കഴിഞ്ഞ 3-4 മാസമായി കാണുമല്ലോ ഇത് ഇത്രയും കുമിഞ്ഞുകൂടാൻ. ഇവിടെ ഒരു മിനി കാട്, ഒരു ഫോറസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാട് ടൂറിസം എന്ന് പറഞ്ഞ് തുടങ്ങാം. അങ്ങനെ ഒരു കാട് തന്നെ പിടിച്ചിട്ട് നിങ്ങൾ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. ഇതാ യൂത്ത് കോൺഗ്രസ് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ തോണി സൗകര്യം കൊടുത്താൽ അവർ ഈ മാലിന്യം ആളുകളെ നിർത്തി നീക്കം ചെയ്യും. യൂത്ത് കോൺഗ്രസ് നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നഗരസഭ കേൾക്കുകയാണെങ്കിൽ ഇത് ചെയ്യുക. കിരൺ പറയുകയാണ് ഇത് മാറ്റിത്തരും. പിന്നെ ആറ്റിങ്ങൽ മാത്രമല്ല, വർക്കല, കടക്കാവൂർ, അതുപോലെ പല സ്ഥലങ്ങൾ, തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ നവംബറിലും ഡിസംബറിലും വോട്ട് കുത്താൻ ആളുകൾ വരുമ്പോൾ ഇതൊക്കെ കാണും. മൂക്ക് പൊത്തിയിട്ട് അവർ നിങ്ങളുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യില്ല. ഇതൊരു ജനകീയ വിഷയമാണ്. ഇത് തീർക്കാൻ നഗരസഭ ഇവിടെ യുവജന സംഘടനകളുണ്ട്, 50-ലേറെ ക്ലബ്ബുകളുണ്ട്. ഓരോ ക്ലബിൽ നിന്നും 5 പേരെ സെലക്ട് ചെയ്താൽ നീന്തൽ അറിയാവുന്നതും അല്ല ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന എത്രയോ കുട്ടികളുണ്ട് ഇതിന് വരാൻ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ റെസ്ക്യൂ സംവിധാനമുണ്ട്, പ്ലാസ്റ്റിക്കുകൾ പറക്കുന്നുണ്ട്. അവരെ ഒരു 10 പേരെ വിളിച്ച് 10 ദിവസം നിർത്തിയാൽ നേതൃത്വം കൊടുക്കാൻ ഈ നഗരസഭയിൽ രാഷ്ട്രീയം നോക്കാതെ ഇറങ്ങാൻ ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിസരവാസികളുണ്ട്. പക്ഷെ അതിനൊന്നും അവർ തയ്യാറാകുന്നില്ല. അതിന് ഉദാഹരണം എന്ന് പറയുന്നതും അതിന് കാരണം എന്ന് പറയുന്നതും ഇത് നമുക്ക് മുകളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യാൻ കഴിയും ഒരു സാധാരണക്കാരന്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരന് അതിലേക്കാട്ട് ഉപരി കഴിയും. ഫയർ റെസ്ക്യൂവിന് കുറച്ചുകൂടി നല്ലതായി കഴിയും. പക്ഷെ അവരുദ്ദേശിക്കുന്നത് ഇതിനൊരു ഭീമമായ തുക വേണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. എത്രത്തോളം വൈകിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വൈകിപ്പിക്കുക. ഇതൊരു ചെലവേറിയ സംഭവമാണെന്ന് കാട്ടിയിട്ട് അതിൽ നിന്നും കമ്മീഷൻ തുക അടിക്കുക. അത് തന്നെയാണ് ഇതിനകത്ത് ഉത്തമ ഉദാഹരണം. ഞാൻ പറഞ്ഞു വന്നത് നഗരസഭ കൗൺസിൽ 31 കൗൺസിലർമാരുണ്ട്. അവർ ഒരാള് 1000 രൂപ അവരെ പ്രതിമാസ ശമ്പളത്തിൽ നിന്നും 1000 രൂപ ചിലവാക്കിയാൽ 31,000 രൂപ ഉണ്ടാവും. ഇവിടുത്തെ ഏതെങ്കിലും എന്തെങ്കിലും ജോലി ദിവസേന കൂലി വിലയ്ക്ക് പോകുന്ന ആള്, മണൽ പണിക്ക് പോകുന്ന ആള്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കാട് വെട്ടാൻ പോകുന്ന ആള്, അവരെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങാൻ മാതൃകാപരമായിട്ട് തുടങ്ങി വെക്കാൻ കഴിയുമായിരുന്നു. തീർച്ചയായിട്ടും കിരൺ പറഞ്ഞത് വളരെ വാസ്തവമാണ്. ഈ വാമനപുരം നദി ശുദ്ധജലം ഒഴുകിക്കൊണ്ടിരുന്ന നദിയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ശുദ്ധജലം ഒഴുകുന്നില്ല. 5 പഞ്ചായത്തുകളിലെയും ആളുകൾ ഇവിടെ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് കുടിക്കുന്നത്. 5 പഞ്ചായത്തിലെയും അംഗൻവാടികൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഹോട്ടലുകൾ, പോലീസ് സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലേക്ക്, വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന നീർജലം ഇവിടെ നിന്ന് വരുന്നതാണ്. ഇത് പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇവിടെയുള്ള ക്ലബ്ബുകൾ, ഇവിടെയുള്ള യുവജന സംഘടനകൾ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. വാമനപുരം നദിയുടെ ഈ മാലിന്യ കൂമ്പാരത്തിന്റെ നടുവിൽ നിന്ന് ക്യാമറാമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം BS ജോയ്, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.